രോഗങ്ങളെ ചെറുക്കാനും മനുഷ്യ ശരീരം പ്രായമാകുന്നതിൽ നിന്ന് തടയാനും നിർമ്മിത ബുദ്ധിയുടെ ഭാവി മോഡലുകളുടെ സാധ്യത സ്വപ്നം കണ്ട ഒരു 26 വയസ്സുകാരൻ, ഒരു ഇന്ത്യൻ വംശജനായ മിടുക്കൻ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ വാർത്ത ഞെട്ടലോടെയാണ് ലോകം ഇന്ന് കേട്ടത്. താൻ ജോലി ചെയ്ത ഓപ്പൺ AI എന്ന ലോകത്തെ മുൻനിര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഗുരുതരമായ പകർപ്പവകാശ ലംഘനങ്ങൾ നടത്തുന്നതായി ആരോപണങ്ങൾ ഉന്നയിച്ച സുജിർ ബാലാജിയെ സാൻ ഫ്രാൻസിസ്കോയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ChatGPT പകർപ്പവകാശ ലംഘനങ്ങൾ നടത്തുന്നത് എങ്ങനെയെന്ന് സുജിർ ബാലാജി തുറന്നുകാട്ടി. കലാകാരന്മാർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ എന്നിവരുടെ സൃഷ്ടികൾ അവരുടെ അനുവാദമില്ലാതെ AI മോഡലുകൾ നിർമ്മിക്കാൻ ChatGPT ഉപയോഗിച്ചു എന്ന ആരോപണം വലിയ ചർച്ചകൾക്കിടയാക്കി. ടെസ്ല CEO ഇലോൺ മസ്ക് വരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഇദ്ദേഹത്തിന്റെ മരണം നവംബർ 26-നായിരുന്നു. എന്നാൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇപ്പോഴാണ്. ഇത് ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസ് നിഗമനം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് അമേരിക്കയിൽ ജനിച്ച സുജിറിന്റെ മാതാപിതാക്കൾ എന്ന് ഇതുവരെ അറിയാനായിട്ടില്ല. തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മാതാവ് പേര് വെളിപ്പെടുത്താതെ പറഞ്ഞു. സുജിർ ബാലാജി 4 വർഷത്തിലേറെ ഓപ്പൺ AIയിൽ ജോലി ചെയ്തിരുന്നു. 2023 ഓഗസ്റ്റിലാണ് ബാലാജി ഇവിടെ നിന്ന് രാജിവെച്ചതിനു ശേഷമാണ് തന്റെ ആശങ്കകളെക്കുറിച്ച് പൊതുമാധ്യമങ്ങളിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത്. സുജിർ ബാലാജിയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഓപ്പൺ AIക്ക് എതിരെ നിയമ നടപടിയുമായി ന്യൂയോർക്ക് ടൈംസ് പത്രം നീങ്ങുന്നതിനിടെയാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഈ അപ്രതീക്ഷിത വിടവാങ്ങൽ.